ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ ഈശോയുടെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിലവിളികളും അവിടുത്തെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. സുരക്ഷിതമായിരിക്കുക എന്നത് ഓരോ ജീവിയുടെയും, മനുഷ്യനെന്നല്ല ഏറ്റവും ചെറിയ ജീവിയുടെയും പോലെയും ആഗ്രഹമാണ്. ശത്രുക്കളിൽ നിന്ന് അകന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരിടത്ത് വസിക്കുമ്പോഴാണ് സുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ തിരുസന്നിധാനത്തിനരികിലേക്ക് ഞങ്ങളുടെ ഈ ഒരു ദിവസം സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ കൂടെ നടത്തണമേ, കൈപിടിച്ച് നടത്തണമേ. എത്രയൊക്കെ ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും മറ്റൊരു ദുരനുഭവം വരുമ്പോൾ, ഒരു സങ്കടക്കാറ്റ് ഞങ്ങളുടെ മേൽ വീശുമ്പോൾ വീണ്ടും അങ്ങയെ വിട്ട് ഏതൊക്കെയോ ടെൻഷൻ കൊണ്ട് മനുഷ്യ മനസ്സ് കലുഷിതമാകുന്നതാണ് ഞങ്ങൾ അറിയുന്നത്. ഈശോയെ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഒരു പ്രശ്നവും പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഞങ്ങളുടെ നിത്യജീവിതത്തിന് പ്രദാനം ചെയ്യണമേ. ഈശോയെ, അങ്ങയുടെ വചനങ്ങൾ ഏറ്റുപറയുവാനും മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ കൊന്ത നമസ്കാരത്തിലൂടെ അങ്ങയോട് അപേക്ഷിക്കാനും എല്ലാം ഞങ്ങൾക്കറിയാം. എന്നാലും ഒന്ന് തീർന്ന് മറ്റൊന്ന് ദുരനുഭവമായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദുരന്തമായി, സങ്കടമായി, അല്ലെങ്കിൽ ദുരന്തമാണോ എന്ന സംശയങ്ങൾ ജീവിതത്തിൽ ഉയരുമ്പോഴൊക്കെ മനസ്സ് കൈവിട്ടു പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഈശോയെ, അവരെ ഓരോരുത്തരെയും പ്രത്യേകമായി അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. നാഥ, ഒരിക്കൽ ആപ്പിള് ചവച്ചരച്ച് തിന്നാൽ അതിൻ്റെ രുചി എന്താണെന്ന് അത് തിന്നുന്നവർക്ക് മനസ്സിലാകും. പിന്നെ ആപ്പിള് കാണുമ്പോൾ മനസ്സിലേക്ക് വരിക ആ രുചിയായിരിക്കും എന്നതുപോലെ ഈശോയെ, ഒരിക്കലെങ്കിലും അങ്ങയുടെ സ്നേഹവും കരുതലും കാരുണ്യവും സുരക്ഷിതത്വവും അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ അതെന്നേക്കും അവരുടെ മനസ്സിലും ജീവിതത്തിലും നിറഞ്ഞു നിന്നുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ തകർന്നു പോകാതെ ജീവിതത്തെ അങ്ങയോട് ചേർത്ത് മുന്നോട്ട് നടത്തുവാനുള്ള കൃപാവരം എല്ലാവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.